ഇങ്ങനെയാണോ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്? കേരളത്തിന് ഒരു ബഡ്ജറ്റും ഇല്ലേ? ഇത് അറിയാൻ വേണ്ടി ചോദിക്കുക. ഇപ്പം ഈ തൃശ്ശൂരിൽ വന്ന് ഭയങ്കര പ്രസംഗമൊക്കെ നടത്തിയ വ്യക്തിയല്ല സുരേഷ് ഗോപി. എന്തുകൊണ്ട് ഈ കേരളത്തിന്റെ ഈ അവഗണനക്കെതിരെ പുള്ളി ശബ്ദിക്കാതിരുന്നത്? പോസിറ്റീവ് ഉണ്ട്, കുറെ കാര്യങ്ങളെല്ലാം ബഡ്ജറ്റിൽ കൺസിഡർ ആയിട്ടുണ്ട്. കേരളം ഇന്ത്യയിലല്ല, കേരളത്തിന് ഒരു ഗുണമില്ല. ഒരു ഗുണം വെച്ചാൽ 10 പൈസയുടെ ഒരു ഗുണം നമുക്ക് സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളെല്ലാവരും ചിന്തിച്ചിട്ട് കേരളത്തിന് എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ അനുകൂലമായിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്നു, അതുണ്ടായിട്ടില്ല. അപ്പോൾ ഈ 3.5 കോടി ജനങ്ങൾക്ക് ഒന്നുമില്ലേ? നമുക്കൊന്നും ഇല്ലാത്തൊരവസ്ഥ. ഇപ്പോൾ 10-14 കൊല്ലമായിട്ട് നമുക്കൊന്നും കിട്ടണില്ല. വിലക്കയറ്റം പിടിച്ചു നിർത്തിയില്ലെങ്കിൽ എന്ത് സർക്കാർ? 3ാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഒരു കിലോ പയർ മേടിക്കണമെങ്കിൽ 160, പരിപ്പ് 140 രൂപ. പാവപ്പെട്ടവൻ എങ്ങനെ ജീവിക്കും? മലയാളികൾ ഈ ബജറ്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കാം. താഴ്ത്തി കെട്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് കേരളത്തിന് കിട്ടിയേക്കുന്നത്. കാരണം നമുക്ക് ഒരു എയിംസ് വേണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, അത് നമുക്കില്ല. പിന്നെ പുതിയൊരു റെയിൽവേ ആയിട്ട് എന്തെങ്കിലും ആയിട്ടുള്ളൊരു ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് ഓർത്ത് അതുമില്ല, വട്ടപൂജ്യം. അത് കൂടാണ്ട് ഇപ്പോൾ മന്ത്രിസഭ വീഴാതിരിക്കാൻ വേണ്ടി ബീഹാറിനെയും ആന്ധ്രയിൽ ഇവിടെ മാത്രം കോടികൾ അങ്ങോട്ട് കൊടുത്തേക്കണേ. പരാജയം തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ഭരണം. കേരളത്തിലൊന്നും കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ മാർക്സിസ്റ്റുകാരാണ് ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ തന്നെയാണ് പരാജയം. അപ്പോൾ അവരുടെ എങ്ങനെ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നുള്ള ഇതാണ് അവർക്ക് ഉള്ളത്. അത് പൂർണ്ണ അവഗണിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. കേരളത്തിൻ്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും ബഡ്ജറ്റിൽ വരുന്ന എല്ലാ ഗുണങ്ങൾ കുറച്ചൊക്കെ കിട്ടുമായിരിക്കും. ഇങ്ങനെ കാര്യമായിട്ടൊന്നും പ്രതീക്ഷയൊന്നും കിട്ടിയില്ല. എയിംസ് സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണല്ലോ, അപ്പോൾ മുമ്പിലെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥലം ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, കൊണ്ടുവരും എന്ന് വിശ്വാസം. ഇപ്പം അൺഎംപ്ലോയ്മെന്റ് ആണ് കൂടുതൽ കാണുന്നത്. ആ ഒരു കാര്യം അടുത്ത ബഡ്ജറ്റിലെങ്കിലും കൺസിഡർ ചെയ്യണമെന്നാണ്. 140 കോടി ജനങ്ങൾക്ക് 4 കോടി യുവാക്കൾക്ക് മാത്രം തൊഴിൽ കൊടുക്കുന്നു പറയുന്നു. പക്ഷെ അത് എത്രത്തോളം പ്രാബല്യത്തിലാവും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. 4 കോടി പോരാ, അതാണ് എൻ്റെ അഭിപ്രായം. 140-ൽ 4 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആകാൻ പോകുന്നില്ലല്ലോ. കേരളത്തിൽ കൂടുതൽ തൊഴിലവസരം കിട്ടുവാണെങ്കിൽ കുട്ടികളൊന്നും പുറത്തേക്ക് പോകത്തില്ലല്ലോ. ഇപ്പോൾ എല്ലാ ആൾക്കാരും UK, കാനഡ, ഓസ്ട്രേലിയ, ഇപ്പോൾ UK ആണെങ്കിലും പ്രോസസ്സിംഗ് നിർത്തി വെച്ചിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾക്ക് ഇവിടെ തൊഴിലില്ലാത്തവരുണ്ട്. ഇവിടെ കുറച്ചുകൂടെ ആ മേഖല എംപ്ലോയ്മെൻറ്റ് കാര്യത്തിൽ കുറച്ചുകൂടെ എന്താ പറയണേ, കുറച്ചുകൂടെ ഒന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തണം. ഒരുപാട് കുട്ടികൾ ജോലിയില്ലാതെയുണ്ട്. ഇത് ജനങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടെന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം സർക്കാരിന് ജനങ്ങൾക്ക് കാശ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാലാണ് ഇവിടെയുള്ള പാവപ്പെട്ടവർക്കും ഗുണപ്പെടുള്ളൂ. യുവാക്കളുടെ പക്ഷത്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്കെല്ലാം അനുകൂലിക്കാൻ പറ്റാത്തൊരു അഭിപ്രായം തന്നെയാണ് ഉള്ളത്. അതുപോലെ വിലകയറ്റം സാധാരണക്കാരെ വളരെ ബുദ്ധിമുട്ടിപ്പിച്ചൊരു സന്ദർഭമാണ് ഇപ്പം. അപ്പോൾ ബഡ്ജറ്റ് വന്നപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് യാതൊന്നുമില്ല. എന്നാൽ പോലും പല സംരംഭകർക്കും MSME പോലുള്ള എല്ലാവർക്കും തന്നെ നല്ലൊരു കാര്യങ്ങൾ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പൊതുവേ മാർക്കറ്റിൽ പച്ചക്കറിയും മറ്റ് കൃഷി സംബന്ധമായ സാധനങ്ങൾക്കൊക്കെ വില ഒരുപക്ഷെ കുറഞ്ഞു വരുമായിരിക്കും. 2 വർഷത്തിനുള്ളിൽ കൃഷിക്കാർക്കൊക്കെ കുറച്ചും കൂടി ഊന്നൽ നൽകിയിട്ടുള്ള ബജറ്റാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. മുദ്രാ ലോൺ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം. അപ്പോൾ എത്ര പേർക്ക് എടുക്കാൻ പറ്റും? അതിലൊക്കെ ആർക്കും കൊടുക്കില്ല. നമ്മൾ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ മുദ്രാ ലോണിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. മുദ്രാ ലോണൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ 10-ൽ നിന്ന് 20-ലേക്ക് ആക്കിയെങ്കിലും അത് ജനങ്ങളുടെ കിട്ടിയാലല്ലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. മോദി സാർ അങ്ങനത്തെ ഒരു പ്രശ്നം തീർത്ത് മഹാമോശമായിപ്പോയി. ബീഹാർ, ആന്ധ്ര, മധ്യപ്രദേശ് എല്ലാ ജഗ കൊടുത്തിട്ടുണ്ട് അവർ. സബ് ജഗാമേ ദേ ദിയ ലോക പൈസ. നമുക്കറിയാമല്ലോ ഇവിടുത്തെ സ്ഥിതികൾ കണ്ടില്ലേ. ഓരോ ദിവസവും കഷ്ടപ്പാടിൻ്റെ വെള്ളത്തിലാണ് ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി ജയിച്ചിട്ട് ഇവിടെ എന്ത് കിട്ടി? പുള്ളിക്ക് വേണ്ടതൊരു മന്ത്രിസ്ഥാനമായിരുന്നു, അത് കിട്ടി പുള്ളിക്ക്. കേരളം ഇല്ല എന്ന് പറഞ്ഞൊരു തുല്യമാണ് അവിടെ കാണിക്കണം. ഇവിടെ നിന്ന് 18 കോൺഗ്രസിന് MPമാർ പോയിട്ടുണ്ട്. എന്നിട്ട് എന്താ കാര്യം? ആ വിഴിഞ്ഞം പദ്ധതിയിൽ മുഴുവനും കാശ് മുടക്കിയത് കേരളമാണ്. അതിൽ നിന്ന് എന്തോ നിസാര കോടികൾ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് തന്നിട്ടുള്ളൂ. അതുപോലെയല്ല, അതിൻ്റെ ലാഭം കിട്ടണതൊക്കെ കേന്ദ്രത്തിലോട്ടല്ലേ പോണത്. വലിയ ബിസിനസ്സുകാരുടെ കാര്യങ്ങൾ പോട്ടെ, സാധാരണക്കാരുടെ ചെറിയ കച്ചവടക്കാരെ പോലും ഒരു രീതിയിലും 1% പോലും സഹായിക്കാത്ത ബഡ്ജറ്റാണ്. തൊഴിലുറപ്പിൻ്റെ വിഹിതം വെട്ടിക്കുറച്ച്. ആ തൊഴിലുറപ്പ് വിഹിതം വെട്ടിക്കുറക്കുമ്പോൾ സാധാരണ ഒരു ശരാശരി കഴിവില്ലാത്ത കുടുംബത്തിന് താങ്ങായിട്ട് നിൽക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയാണ്. കാരണം പല വീട് നമുക്കറിയാം സാധാരണക്കാർക്ക്. അത് വെട്ടിക്കുറക്കാന്ന് വെച്ചാൽ ഏറ്റവും ക്രൂരമാണ്. റെയിൽവേ വികസനത്തിന് വേണ്ടി എല്ലാ പദ്ധതിയും കൊണ്ടുവരണ്ട. റെയിൽവേയുടെ വികസനം കുറച്ചുകൂടെ സുതാര്യമാക്കുമെന്ന് വിചാരിച്ചു പുതിയ ബജറ്റ് അവതരണത്തിൽ. പക്ഷേ അതിനെക്കുറിച്ചൊന്നും പരാമർശിച്ച് കണ്ടില്ല. പ്രതീക്ഷ എനിക്കില്ല, BJP പ്രതീക്ഷയില്ല.